പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിലെ കുടുംബ വിഷയം കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുഭാഗത്തെയും അവകാശവാദങ്ങളും വെളിപ്പെടുത്തലുകളും. ഇതിനിടയിൽ യൂട്യൂബ് വീഡിയോകളുടെ കീഴിൽ അടുപ്പക്കാരും പ്രിയപ്പെട്ടവരുമായിരുന്ന പലരുടെയും കമന്റുകൾ, ഇവർ മുമ്പ് ചെയ്തിരുന്ന പല വീഡിയോകൾ, ഇപ്പോൾ നടന്ന പ്രശ്നങ്ങൾ, തെളിവെന്ന രൂപേണ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ, ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ പ്രേക്ഷകരായ നമുക്കൊക്കെ എത്തിച്ചേരുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു നിഗമനം, ഈ ഫാമിലി മൊത്തത്തിൽ തന്നെ ഉഡായിപ്പാണ്. അതിൽ നിന്ന് പ്രവീണിനെയോ മൃദുലയെയോ മാറ്റി നിർത്തുവാനോ വെള്ളപൂശുവാനോ കഴിയില്ല. ആദ്യം പ്രേക്ഷകരായ നമ്മളൊക്കെ പ്രണവിനും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു. എന്നാൽ പ്രവീണിൻ്റെയും മൃദുലയുടെയും അടുത്ത ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും നമ്മളൊക്കെ എതിർചേരിയിലേക്ക് മലക്കം മറിഞ്ഞു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുവാൻ തുടങ്ങിയപ്പോൾ ആർക്കൊപ്പം നിൽക്കണം, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നറിയാതെ പ്രേക്ഷകർ ഇപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. റിയാക്ഷൻ ചാനലുകാർ പറയുന്ന അഭിപ്രായങ്ങളുടെയൊക്കെ കീഴിൽ വലിയൊരു കൂട്ടം ആൾക്കാർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം? എവിടെ നിന്നാണ് ഈ പ്രശ്നം ആരംഭിച്ചത്? അതേക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. പക്ഷേ മൃദുല കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇടയിൽ പറയുന്നൊരു കാര്യമുണ്ട്. പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം യൂട്യൂബും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും തന്നെയാണ്. 40 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിൽ മാസം തോറും ലഭിക്കുന്ന വരുമാനം ചില്ലറയല്ല, വലിയ തുകകളാണ്. പണം കുമിഞ്ഞുകൂടുമ്പോൾ ആഡംബരവും ഒപ്പം അഹങ്കാരവും വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മാത്രവുമല്ല, പണം അധികം ലഭിക്കുമ്പോൾ അത്യാഗ്രഹം വീണ്ടും വർദ്ധിക്കും. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭം. മൃദുല പറയുന്ന വാക്കുകളിൽ പ്രണവ് മടിയനാണ്, മദ്യപാനിയാണ്, ഉച്ചവരെ കിടന്നുറങ്ങും, ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിർവഹിക്കാറില്ല, ഉഴപ്പനാണ്, മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഏതു വഴിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കുവാൻ കഴിയുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ 90% നിർവഹിക്കുന്നത് പ്രവീണാണ്. അതിൻ്റെതായ അസ്വസ്ഥതകൾ അയാൾക്കുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികവുമാണ്. മാത്രവുമല്ല, മൃദുല ആ വീട്ടിലേക്ക് വന്ന ശേഷമാണ് പ്രൊമോഷൻസ് വീഡിയോസ് ആരംഭിക്കുന്നത് വരെ. ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ 10 മടങ്ങ് പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ലഭിക്കും. ഈ പ്രൊമോഷൻ വീഡിയോസ് എല്ലാം മൃദുലയാണ് ചെയ്യുന്നത്. പല കമ്പനികളുടെ ക്രീമുകൾ, പല ഹെയർ സിറംസ്, അങ്ങനെ പലതരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ശരീരത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മൃദുലയാണ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. 40 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിന് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ മിനിമം ഓരോ വീഡിയോയ്ക്കും 4-5 ലക്ഷം രൂപയെങ്കിലും ലഭിക്കും. ഇത് പറയുമ്പോൾ തള്ളി അങ്ങോട്ട് മറിക്കരുത് എന്ന് ചിലരെങ്കിലും ഒരുപക്ഷെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പച്ച പരമാർത്ഥമാണ്. 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബിൽ അതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ ഓരോ വീഡിയോയ്ക്കും കുറഞ്ഞത് 3,000 മുതൽ 5,000 രൂപ വരെ അവർ ചോദിച്ചു വാങ്ങാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 40 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനൽ, ആ ചാനലിലൂടെ പുറത്തുവിടുന്ന ഓരോ പ്രൊമോഷൻ വർക്കുകൾക്കും 4-5 ലക്ഷം രൂപ വരെ വാങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. മൃദുല ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമല്ല, അത് പരമമായൊരു സത്യമാണ്. കാരണം മദ്യപാനിയും മടിയനും കലഹക്കാരനുമായ അനിയന് യൂട്യൂബിൻ്റെ വരുമാനം വരുമ്പോൾ നേർപകുതി കൊടുക്കണം. അടികൊള്ളുന്നത് ചെണ്ടയും പണം പറ്റുന്നത് മാരാരും എന്ന് പറയുന്നത് പോലെ 90% കഷ്ടപ്പെടുന്നത് മൃദുലയും പ്രവീണുമാണ്. പക്ഷെ പണം എത്തുമ്പോൾ അത് കൃത്യമായി പങ്കുവെച്ചെടുക്കുവാൻ ഒരു പണിയും ചെയ്യാത്ത അനിയൻ രംഗത്തെത്തും. അതെങ്ങനെ അംഗീകരിക്കുവാൻ കഴിയും എന്ന് മൃദുല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഇത്ര തെറ്റ്? പ്രവീൺ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ എല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവീൺ ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള സമ്പാദ്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുണ്ട്. മാത്രവുമല്ല, അവരുടെ എഫേർട്ടിലാണ് ഈ ചാനൽ മുൻപോട്ട് പോവുക കൂടി ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തെ ചൊല്ലി ആ വീട്ടിൽ തർക്കങ്ങളും കലഹങ്ങളും പതിവായി നടക്കാറുണ്ട്. എന്താണ് പ്രശ്നം എന്നാരും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇതാണ്. ഇവിടെ നിന്നാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത്. ഈ പ്രശ്നങ്ങളൊക്കെ മൃദുല വീട്ടിൽ വന്നതിന് ശേഷമാണ് തുടങ്ങിയതെങ്കിൽ പ്രവീണിനോട് മൃദുല നിരന്തരം ഈ അനീതിക്കെതിരെ സംസാരിക്കണം എന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടാവും. മൃദുലയുടെ ആവശ്യം 100% ന്യായമാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് പ്രവീൺ ആ വീട്ടിൽ സംസാരിച്ചതും ഒടുവിൽ അതിൻ്റെ പേരിൽ കലഹമുണ്ടായതും തല്ലുകൊണ്ടുകൊണ്ട് മൃദുലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീട് വിട്ട് അയാൾ ഇറങ്ങുവാൻ നിർബന്ധിതനായത്. ഇളയ മക്കളോട് പല മാതാപിതാക്കൾക്കും അല്പം സ്നേഹം കൂടുതലുണ്ട് എന്നുള്ളത് ഒരു തുണിയുടുക്കാത്ത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇളയ മകൻ മടിയനാണെങ്കിലും കുടിയനാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഓമനയായി പോയതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ അച്ഛനും അമ്മയും ഇളയ മകന് വാരിക്കോരി നൽകുകയും അയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ പ്രവീൺ തിരിച്ചറിയുകയാണ് തന്നേക്കാൾ അധികം അച്ഛനും അമ്മയ്ക്കും സ്നേഹം അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായ തൻ്റെ അനിയനോടാണ്. അവിടെയാണ് മനസ്സിൽ മുറിവും സങ്കടങ്ങളും പകയുമൊക്കെ ഉടലെടുക്കുന്നത്.
വീടിനുള്ളിൽ നിരന്തരമായ സംഘർഷങ്ങൾ പുകയുകയാണ്. എന്നാൽ പ്രേക്ഷകരായ നമ്മൾ വീഡിയോയിൽ കണ്ട വീടും വീട്ടിലെ അംഗങ്ങളും, അതെ, സ്വർഗതുല്യമായൊരു വീടും മാലാഖമാരെ പോലെ സ്നേഹം മാത്രം വെച്ചു വിളമ്പുന്ന ഒരു കൂട്ടം ആൾക്കാരും. പല യൂട്യൂബ് വീഡിയോകളുടെയും കീഴിൽ വന്ന കമന്റുകൾ ശ്രദ്ധേയമാണ്. പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ കാണുവാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ വീട്ടിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു മനസ്സിലെ ചിന്ത മുഴുവനും. പക്ഷേ കാര്യങ്ങളുടെയൊക്കെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഇതിനേക്കാൾ ഭേദം എൻ്റെ വീട് തന്നെയാണ്. അതെ, എൻ്റെ വീടൊരു കൊട്ടാരമാണ്. ചുരുക്കത്തിൽ ഫാമിലി മൊത്തത്തിൽ ഫ്രോഡാണ് എന്ന് ജനം ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. അതിലാരെയും മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്നലെ വരെ മൃദുലയും പ്രവീണും പാവങ്ങളാണെന്നും അച്ഛനും അമ്മയും ഇളയ മകനും ഗജപോക്കിരികളാണെന്നും പറഞ്ഞവർ തന്നെ ഇപ്പോൾ പറയുന്നു എല്ലാം ഫ്രോഡുകളാണ്. അതെ, ഇനിയും പല സത്യങ്ങളും മറനീക്കി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. മൃദുലയുടെ വാക്കുകൾ എത്ര പേർ ശ്രദ്ധിച്ചു കാണും? കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നു കയറിയ നിമിഷം മുതൽ അവിടെ കഴിഞ്ഞ ദിവസം വരെ പ്രശ്നങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ആ പെൺകുട്ടി അവിടെ കഴിഞ്ഞത് വളരെയധികം സഹിച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഒടുവിൽ അടിയും തൊഴിയുമേറ്റ് ആ വീട്ടിൽ നിന്ന് തനിക്ക് പുറത്തു പോകേണ്ടതായിട്ടും വന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം, വിവാഹം കഴിഞ്ഞ് വന്നു കയറി അന്നു മുതൽ തീവ്രമായ പ്രശ്നങ്ങളായിരുന്നു ആ വീട്ടിൽ എന്ന് ഒരൊറ്റ വീഡിയോ കണ്ടാൽ പോലും ആരും പറയില്ല. പ്രത്യേകിച്ച് മൃദുലയുടെ സംസാരവും ശരീരഭാഷയും ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു കുടുംബത്തിലാണ് താൻ നിൽക്കുന്നത് എന്ന് തോന്നിക്കുകയില്ല. എന്ന് വെച്ചാൽ എന്തൊരു തകർപ്പൻ അഭിനയമായിരുന്നു മൃദുലയുടേത്. ഇതൊക്കെ പുകഞ്ഞു നീറുന്ന മനസ്സുമായിട്ടാണ് മൃദുല അവിടെ വെച്ച് ചെയ്തു കൂട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുവാൻ കഴിഞ്ഞു? സമ്മതിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് സംശയങ്ങൾ തീരുന്നില്ല. എങ്ങനെയാണ് അടിപിടി ഉണ്ടായത്? എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് ഇത്രയും വലിയ ഭൂകമ്പം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്? ഇതിനെക്കുറിച്ച് മൃദുലയോ പ്രവീണോ ഒന്നും പറയുന്നില്ലല്ലോ. ഇതൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അടിപിടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രവീണും മൃദുലയും കൂടി അവരുടെ ഭാഗത്താണ് ശരി എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള വോയിസ് ക്ലിപ്പുകൾ മാത്രം റെക്കോർഡ് ചെയ്തു വെച്ചു. അത് പുറത്തു വിട്ടു. അതാണ് സത്യമെങ്കിലോ? ആ സംശയം തള്ളിക്കളയാനൊന്നും കഴിയില്ല കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യൂട്യൂബിന്റെ വരുമാന വിഷയവും അനിയന്റെ ഉത്തരവാദിത്വമില്ലായ്മയും ചൂണ്ടിക്കാട്ടി അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അടിയായും ബഹളമായും മാറി. ആ ബഹളത്തിനിടയിലേക്ക് തടസ്സം പിടിക്കുവാൻ മൃദുല കയറി ചെന്നിട്ടുണ്ട്. അങ്ങനെ കയറി ചെന്നപ്പോൾ മൃദുലയ്ക്കിട്ടും അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രവീൺ, അയാൾ വലിയ പരിശുദ്ധനൊന്നുമല്ല എന്നുള്ളത് ഇപ്പോൾ പല ആൾക്കാരും പല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രവീണും പ്രണവും അച്ഛനും അമ്മയും എല്ലാം കണക്കാണ്. പ്രവീണിന്റെ അച്ഛനെക്കുറിച്ചൊരു കമന്റ് മൂപ്പൻസ് വ്ളോഗിൽ വന്ന ഒരു വീഡിയോയുടെ കീഴിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. ആ കമന്റ് എഴുതിയ ആളുടെ ഐഡിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഷിബു പ്രദീപ് എന്നാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾക്കൊക്കെ എന്തറിയാം? പ്രവീൺ പ്രണവിന്റെ അച്ഛൻ ഒരു കുടുംബം തകർത്തവനാണ്. അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് ആദ്യത്തെ കുടുംബത്തെ തന്നെ തകർത്ത് കളഞ്ഞു. അയാൾ അതുമല്ല, അതിൻ്റെ അപ്പുറവും ചെയ്യുന്നയാളാണ്. അയാൾക്ക് ആരോടും സ്നേഹമില്ല. സ്വന്തം കാര്യം മാത്രമാണ് അയാൾക്ക് പ്രധാനം. സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെയാണ് അയാൾ കാണിച്ചതെങ്കിൽ മറ്റുള്ളവരോട് എന്തായിരിക്കും കാണിക്കുക? ആദ്യത്തെ ബന്ധത്തിൽ അയാൾക്കൊരു കുട്ടിയുണ്ട്. ഞെട്ടത്തറ എന്ന സ്ഥലത്താണ് ആ കുടുംബമുള്ളത്. അയാളുടെ ആദ്യ ഭാര്യയുടെ പേര് ശ്രീലേഖ എന്നാണ്. ഞങ്ങളൊക്കെ ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. കൂടുതൽ തെളിവ് വേണമെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ മതി, തരാം. ഒരു കുടുംബം തകർത്ത് കളഞ്ഞ ഒരാൾക്ക് ഈ കുടുംബത്തെയും തകർക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വർഗതുല്യമായ ഒരു കുടുംബം എന്നൊക്കെ പ്രേക്ഷകരായി നമ്മൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിലുള്ള അമ്മയും അച്ഛനും മക്കളും മരുമകളും എല്ലാം അഭിനയ സിംഹങ്ങളായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ടു മതിമറന്നു പോയ ഒരു പാവം സ്ത്രീയുടെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ പഴയ വീഡിയോകൾ കണ്ടപ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ഇതുപോലൊരു കുടുംബത്തിലായിരിക്കണം ഞാൻ ജനിക്കേണ്ടിയിരുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, ചോർന്നൊലിക്കുന്ന വീട്ടിലാണെങ്കിലും എൻ്റെ കുടുംബം തന്നെയാണ് സ്വർഗം എന്നുള്ളത്. ഇതൊരാളുടെ മാത്രം കമന്റ് അല്ല, ഒട്ടനവധി ആൾക്കാർ, അതെ, ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ സബ്സ്ക്രൈബ് ചെയ്ത 40 ലക്ഷത്തിലധികം ആൾക്കാർ, അവരിൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കുടുംബമായാൽ ഇങ്ങനെ വേണമെന്ന്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഒരു കുടുംബം എങ്ങനെ ആവരുത് എന്നുള്ളത്. ഒടുവിലായി ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്ന ഒരു കമന്റ് കൂടി വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ഫാമിലി വ്ളോഗുകൾ കണ്ട് മതിമറക്കുന്ന എല്ലാ വായിനോക്കികൾക്കുമുള്ള പാഠപുസ്തകമാണിത്. കേരള പോലീസ് ഓൺ ദ വേ. എന്തായാലും കളികൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കഥകൾ ഇനിയും പലതും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഗുരുതരമായ ഒരു ആരോപണമാണ് മൃദുലയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ വയറ്റിൽ തൊഴിച്ചു. ആരാണ് തൊഴിച്ചത് എന്ന് മൃദുല പറയുന്നില്ല. ഒന്നുകിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അതുമല്ലെങ്കിൽ അനിയൻ. മുറു മുറു എന്ന ഓമന പേരിട്ട് ഏട്ടത്തിയമ്മയെ വിളിച്ചുകൊണ്ട് പുറകിന് നടന്ന അനിയൻ
ഒരിക്കലും ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത അശ്ലീല വാക്കുകൾ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് മൃദുല വിളിച്ചു പറയുമ്പോൾ പ്രണവ് ഒരു മൂന്നാംകിട ആഭാസനാണ് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. അതെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം തുടങ്ങിയ കേസുകൾ മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഗർഭിണിയുടെ വയറ്റിൽ തൊഴിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ആരും കേസുമായിട്ട് വന്നില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കുവാൻ നീതിപീഠത്തിനും പ്രത്യേകിച്ച് വനിതാ കമ്മീഷനും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുവാൻ വേണ്ടി കേരള ജനത കാത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടന്നാൽ കൊള്ളാം.